ഹലോ, എന്നെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു വർഷമായി കാണും നിങ്ങൾ. ഞാൻ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് അധികം വീഡിയോസൊന്നും നമ്മുടെ ഈ ചാനൽ എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഏതൊക്കെ ഏരിയസിലാണ്. സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷവോമി ഇറക്കുന്നത്, വിവോ ഇറക്കുന്നത്, ഓപ്പോ ഇറക്കുന്നത്, ക്യാമറയുടെ ആ ഒരു പൊസിഷൻ വലുതായി അവസാനം ആ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഫുൾ ആവുന്ന ലെവൽ സെറ്റപ്പിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇല്ലാതെ ഒരു പരിപാടി ഇപ്പം ഈ ഒരു ടെക് ഇൻഡസ്ട്രി ഇല്ലാത്തതുകൊണ്ട് തൊട്ടേനും പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ ചെയ്യാതിരുന്ന ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു മെയിൻ വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് iOSന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 27-ഉം ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 17-ഉം ഓൾറെഡി അനൗൺസ്ഡ് ആണ്. അപ്പം ആൻഡ്രോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത് തന്നെ അത് ലോഞ്ച് ആവും. ഏകദേശം ജൂൺ ജൂലൈ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. iOS 26 ആവണമെങ്കിൽ എന്തായാലും സെപ്റ്റംബറിൽ ഐഫോൺ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു iPhone 18 സീരീസിലായിരിക്കും, 18 ലൈനപ്പിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാളും നമ്മളെല്ലാവരും കണ്ടുവന്നിട്ടിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓരോ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിലും അല്ലെങ്കിൽ ഓരോ iOS അപ്ഡേറ്റ്സിലും നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആണ്, ഫിസിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇത് വന്നത് നന്നായി എന്നൊക്കെ നമ്മൾ പറയാൻ, അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു ലെവൽ സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെയും ഒരു OS അപ്ഡേറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി മുതൽ ആ ഒരു പരിപാടി നടക്കുമെന്ന്. അതായത് 2027 മുതൽ അല്ലെങ്കിൽ 2026 ഈ ഒരു ടൈം മുതൽ നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്ന OS അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ആ ഒരു OS പരമായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരാം AIയിലായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയാം, അടുത്ത പ്രാവശ്യം iOS 26 വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ പുതിയ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിൽ. അപ്പം അടുത്ത പ്രാവശ്യം ഈ ഒരു ആപ്പിളും ആൻഡ്രോയിഡും അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്യാൻ പോകുന്നത് AI ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, അതിൽ ഞങ്ങൾ ഇത് വെക്കുന്നുണ്ട്, ഇതാണ് ഇനി വരാൻ പോകുന്ന ഫീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രാവശ്യത്തെ ആ ഒരു OS അപ്ഡേറ്റ്സ് വരാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ AI ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചർ വന്നു, അതിൻ്റെ ട്യൂക്സ് വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി ഒരു 4-5 വർഷം മുന്നോട്ട് പോകാൻ ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷയത്തിലേക്ക് വരാം. ആൻഡ്രോയിഡിൻ്റെ ഒരു 17-ഉം iOS 26-ഉം തമ്മിൽ ഏറ്റവും ബെസ്റ്റ് OS ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോദിക്കുന്നതന്നെ ആ ഒരു ചോദ്യം തന്നെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരിക്കലും ആൻഡ്രോയിഡ് നല്ലതാണ് അല്ലെങ്കിൽ iOS നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആൻഡ്രോയിഡിൻ്റെ തന്നെ യൂസ് കേസും അതുപോലെ തന്നെ iOSൻ്റെ തന്നെ യൂസ് കേസും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് അത് ആപ്റ്റ് ആകുന്നത്. ഇപ്പോൾ iOSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തിരി കൂടി മിനിമലിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഇത്രയും കൂടി സിമ്പിളായിരുന്നു, അധികം കളർഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും നോക്കുന്നില്ല എങ്കിൽ iOS ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അതല്ല, ആൻഡ്രോയിഡിലേക്കാണ്, അതിൽ നിങ്ങളൊരു പവർ യൂസറാണ്, നിങ്ങൾ പല സോഴ്സിനും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും, അതായത് ഓപ്പൺ സോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ തന്നെ കുറേ കസ്റ്റമൈസേഷൻ ചെയ്യും, അതുപോലെ തന്നെ കുറേ കൂടി എക്സ്പെരിമെൻ്റൽ മൈൻഡ് സെറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സൂട്ട് ആവും. കാരണം ആൻഡ്രോയിഡിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സൊന്നും നമ്മൾ എത്ര പ്രാവശ്യം ആ ഒരു ഫോൺ ഉപയോഗിച്ചാലും നമ്മൾ ആ ഫുൾ ഫീച്ചേഴ്സൊന്നും കവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2026 സെപ്റ്റംബർ ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ, അതായത് ഓപ്പൺ സോഴ്സിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ F-Droid എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻസ് പ്രൊവൈഡർ ഉണ്ട്, അതായത് പ്ലേ സ്റ്റോർ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഓപ്പൺ സോഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് വരാം. സാധാ ഡെവലപ്പേഴ്സ്, വലിയ കമ്പനിയൊന്നും അല്ലാത്ത എല്ലാവരും ഒരു ഓർഗനൈസേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് വരാം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു റിഫൈൻമെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആകണമെന്നില്ല, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ VLC അതൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മുതൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ സോഴ്സിന് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ ആ ഒരു വെരിഫൈഡ് സിസ്റ്റം ഉണ്ട്. അതായത് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലീഗാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ലീഗൽ സൈഡ് ഉണ്ട്. അതൊക്കെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ആ കേസല്ല F-Droid പോലത്തെ പ്ലാറ്റ്ഫോമിൽ. അതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ സോളോ ഡെവലപ്പേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയൊക്കെ ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഈ ലീഗൽ സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും അവിടെ പ്രൈവസി ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല, കാരണം അതൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷനാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ചിലപ്പോൾ യൂസർ എക്സ്പീരിയൻസും എടുപ്പാണെങ്കിലും അതിൻ്റെ ബാക്ക് എൻഡിൽ വരുന്ന സർവീസും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ആയിരിക്കും. അത് പ്രീമിയം ആയിട്ടുള്ള ഇങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും ഈ ഒരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ. സെപ്റ്റംബറിൽ തൊട്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു ആക്സസ് ആൻഡ്രോയിഡ് റിവോക്ക് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു നീക്കം കാരണം
ഇനി വരാൻ പോകുന്ന ആൻഡ്രോയിഡിൻ്റെ ആ ഒരു രീതി മൊത്തം ഒരു ക്ലോസ് സോഴ്സ്ഡ്. ഇപ്പോൾ iOS വർക്ക് ചെയ്യുന്ന പോലെ iOSൽ നമുക്കിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ഒരു സൈഡ് ലോഡിങ്, ആപ്പ് സൈഡ് ലോഡിങ്, വേറെ ആപ്പ് സ്റ്റോറൊക്കെ വെച്ചിട്ട് സൈഡ് ലോഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ ആൻഡ്രോയിഡിൽ കൊണ്ടുവരാൻ പോവാണ് വേൾഡ് വൈഡ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്താ പറയുക സെപ്റ്റംബറോട് കൂടി ഡെഡ് ആവുകയാണ്. അപ്പോൾ അതിനെ പ്രതിഷേധിച്ച് F-Droidന്റെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി സപ്പോർട്ട്, അതായത് ആ ഒരു ഡീല് സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ അത് ഷെയർ ആക്കാനുള്ളൊരു സംഭവമൊക്കെ F-Droid പറയുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഈ ഒരു iOS 27 അതുപോലെ തന്നെ Android 16 അല്ല Android 17 മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ AI ഫീച്ചറാണ്. Siri AIയും ജെമിനിയുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇത്ര നാൾ നമ്മളൊക്കെ AI യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ആപ്പ് ലെവൽ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് ആണെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രമായിരുന്നു ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് കാര്യം പറയുകയാണെങ്കിൽ ജെമിനി അസിസ്റ്റൻസ് ഒരു ആപ്പ് വെച്ച് ആ ഒരു ആപ്പ് ലെവൽ ഫീച്ചർ സെറ്റപ്പേ നമുക്ക് ആക്സസിബിൾ ആയിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഒരു OS ലെവലായിരിക്കും. അതായത് നമ്മുടെ ഫോണിലെ സകല കാര്യങ്ങളും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്ത് ചോദിച്ചാലും അത് ഏതെങ്കിലും ആ ഒരു ആപ്ലിക്കേഷനിൽ പോയി കണ്ടെത്തി അത് തന്നെ പിക്ക് ചെയ്തിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ലെവൽ ഫീച്ചേഴ്സാണ് ഇനി ഈ OS ലെവൽ AI ഫീച്ചേഴ്സ്. AI ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെയാണ് LLMs, അതായത് മോഡൽസ്. ഇപ്പം ഗൂഗിളിന്റെ ജെമിനിയാണ് ആപ്പിൾ ഇന്റലിജൻസിനെ പവർ ചെയ്യുന്നത്. പക്ഷെ അതൊരു എന്താ പറയാ, ഗൂഗിളിൻ്റെ ആയിട്ടുള്ള, അതായത് ഗൂഗിൾ അല്ല മെയിനായിട്ടും ഈ ഒരു സംഭവങ്ങളൊന്നും പ്രോസസ്സ് ചെയ്യുന്നത്. ഗൂഗിൾ ജസ്റ്റ് ആ ഒരു ആപ്പിളിന്റെ മോഡൽസിനെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു ടെക്നിക്കൽ ടേംസൊക്കെയാണ് ഡിസ്റ്റിലിംഗ് എന്ന് പറയുക. അതായത് ആപ്പിളിന് ഓൾറെഡി മോഡൽസ് ഉണ്ട്, അവരുടെ ആ ഒരു ഫൗണ്ടേഷൻ മോഡൽസ്. അപ്പം ആ ഒരു മോഡൽസിനെ ട്രെയിൻ ചെയ്യണം, ഇതിനു വേണ്ടി അടിപൊളിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ജെമിനിയാണ്. ജെമിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊരു ഫുൾ നോളജ് ബേസ് സെർച്ച് എഞ്ചിൻ വരെ മാനേജ് ചെയ്യുന്ന ടീമാണ് ഗൂഗിൾ. അപ്പം ആ ഒരു ലെവൽ ഫീച്ചേഴ്സും അതുപോലെ ആ ഒരു ലെവൽ ആക്യുറസിയും ജെമിനി തരുന്നുണ്ട്. അപ്പം ആ ഒരു മോഡലിനെ വെച്ചിട്ട് ആപ്പിളിൻ്റെ ഒരു ഫൗണ്ടേഷൻ മോഡലിനെ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു പുതിയ Siri AI വരുന്നത്. അപ്പം അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ AI പ്രോസസ്സിംഗ് ഒക്കെ ഓൺ ഡിവൈസിലായിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ ഇൻഫോർമേഷൻസ് ഒക്കെ മോസ്റ്റ്ലി ഇൻ ഡിവൈസ് ആയിരിക്കും പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ആ റിക്വസ്റ്റ് വരിക. ഇപ്പം Siriയുടെ പുതിയ ലോഞ്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേയധികം എന്താ പറയുക ഡെമോസ് ഒക്കെ. ഇപ്പം മെസ്സേജിനെ പറ്റി ചോദിച്ചാൽ ഇപ്പം നിങ്ങളൊരു ആൾക്കൊരു മെസ്സേജ് അയച്ചു, ആ ഒരു മെസ്സേജിൽ ഒരു ബർത്ത്ഡേനെ പറ്റി ആയിരിക്കും നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അഥവാ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളിത് Siriയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ആ ഒരു മെസ്സേജും ഡീറ്റെയിൽസും ഒക്കെ അവർ പറഞ്ഞു തരും. ആ ഒരു സെറ്റപ്പ് ഇൻ ഡിവൈസ് ആയിരിക്കും പ്രോസസ്സ് ചെയ്യുക. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമേജ് ജനറേഷൻ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ iOS 27 പുതിയൊരു ഫീച്ചർ വരുന്നുണ്ട്, വാൾപേപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ലോക്ക് സ്ക്രീനിൽ. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ക്രിയേറ്റ് ആവുന്ന ആ ഒരു എന്താ പറയുക ഇമേജൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലപ്പം ചില ടൈമിൽ ക്ലൗഡിൽ പോയിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അവിടെയും ആപ്പിൾ അവരുടെ പ്രൈവറ്റ് ക്ലൗഡാണ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. അപ്പം പ്രൈവസി ലെവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലിമിറ്റ് വരെ ആപ്പിൾ അത് ഓക്കെയാണ്. ആപ്പിളിൻ്റെ ഇൻ ഡിവൈസ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഡാറ്റയൊക്കെ മോസ്റ്റ്ലി ഇൻ ഡിവൈസിൽ നിൽക്കും. ഇനിയിപ്പോൾ ഗൂഗിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഗൂഗിൾ ഓൾറെഡി നമുക്കറിയാം എന്താ പറയുക ട്രാക്കിങ് അതുപോലെ തന്നെ പല പേര് കേട്ട സംഭവങ്ങൾക്കൊക്കെ ടോപ്പിൽ നിൽക്കുന്ന കമ്പനിയാണ്. മെയിനായിട്ടും അവരുടെ ഉദ്ദേശം തന്നെ എന്താ പറയുക, നമ്മളായിരിക്കും അവരുടെ പ്രോഡക്റ്റ്, നമ്മളെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് അറിയുക, നമ്മളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയുക, അതിനനുസരിച്ചുള്ള ബെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കുക. അത്രേ ഉള്ളൂ ഗൂഗിൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പുറമെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് മാക്സിമം ഫ്രീ ആയിട്ട് എന്താ പറയുക ഒരു കാശ് ചിലവില്ലാതെ നമ്മളിത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ജെമിനിയൊക്കെ എന്തായാലും എപ്പോഴും ക്ലൗഡിൽ ഇൻ ഡിവൈസ് ഒന്നും ഒരിക്കലും പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല. കാരണം ഗൂഗിളിൻ്റെ പിക്സൽ ഡിവൈസിലൊന്നും അതിനുള്ള കേപ്പബിലിറ്റീസിൽ അടുത്ത പിക്സലിൽ വന്നേക്കാം. പക്ഷേ ഇതുവരെയുള്ള ആ ഒരു അപ്ഡേറ്റിൽ, അതായത് ഇപ്പം ഈ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വരുന്നത് ലക്ഷക്കണക്കിന് ആൻഡ്രോയിഡ് ഡിവൈസസിലായിരിക്കും. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോണിലും അങ്ങനെ ഇൻ ഡിവൈസ് AI പ്രോസസ്സിങ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് ഒന്നും അങ്ങനെ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചിലപ്പം സാംസങ്ങിൻ്റെ ആ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചിപ്പിലൊക്കെ ഓൾറെഡി ഉണ്ടാവേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജെമിനിയൊക്കെ ഇൻ ഡിവൈസ് ചെയ്തിട്ട് അങ്ങനെ അത്ര പ്രൈവസി കോൺസെൻട്രേറ്റഡ് ആയിട്ടൊക്കെ ഈ ഒരു ഫീച്ചർ സാധാരണ ഈ കൺസ്യൂമേഴ്സിന് തരുമെന്നൊക്കെ. ഇപ്പോൾ ജെമിനി ഇൻറ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഓട്ടോ ഫില്ല് ചെയ്യാനോ അതുപോലെ തന്നെ ഏതെങ്കിലും ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും. വളരെ ഫാസ്റ്റാണ്, ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡാറ്റാസ് എടുക്കുക, അപ്ലൈ ചെയ്യാം,
വെരി ഫാസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യാം. iOS 26 കാര്യം പറയുകയാണെങ്കിൽ കുറേയൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ ട്വീക്സ്. ഇപ്പോഴത്തെ iOS 26 ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലോക്ക് സ്ക്രീനിൽ നമ്മൾ അൺലോക്ക് ചെയ്യാതെ ഫോൺ നോട്ടിഫിക്കേഷൻ നോക്കുന്ന ടൈമിൽ ഈ സ്ക്രീനിൽ പെട്ടെന്ന് ഡിം ആയിപ്പോവും, അതായത് സ്ലീപ്പായി പോകും. അപ്പോൾ ആ ഒരു സെറ്റപ്പ് iOS 27 അങ്ങ് മാറും. അപ്പോൾ അൺലോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ നോക്കാൻ പറ്റുന്നൊരു ലെവലിലേക്കുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഹോം സ്ക്രീൻ വിഡ്ജറ്റ്സ് ഇത്തിരി കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റെൻഡ്, അതായത് ഫുൾ സ്ക്രീൻ വിഡ്ജറ്റ്സ് ആക്കി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും. പക്ഷേ iOS ലെവലിൽ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് ഫുൾ സ്ക്രീൻ വിഡ്ജറ്റ്സ് ആക്കി ആഡ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ട്വീക്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സിരിയുടെ ആ ഒരു ആനിമേഷൻ വന്നുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക, റൈറ്റ് സൈഡിൽ കൺട്രോൾ പാനൽ വരുന്ന സെറ്റപ്പ്. പിന്നെ കൺട്രോൾ സെൻറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു വിഡ്ജറ്റ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പ്. അങ്ങനത്തെ കുറേ സെറ്റപ്പുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. വേറെ എന്താ പറയുക, ഒരു മാസീവ് ചേഞ്ച് iOS 26 കണ്ട പോലത്തെ അത്ര വലിയ ചേഞ്ച് ഒന്നും ഈ iOS 27 ഓക്കെ. ജസ്റ്റ് ആ ഒരു സിരി AI ആണ് അതിൻ്റെ മെയിൻ. ഈ Android 17 നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് സ്ക്രീൻ റെക്കോർഡ്, നമുക്ക് മറ്റേ ബ്ലൂ സ്ക്രീൻ സെറ്റപ്പ് ഇല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടന്റ് കാണിക്കുന്നത് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ്. ആ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫീച്ചർ Android 7 കിട്ടും. പിന്നെ കസ്റ്റമൈസ്ഡ് വിഡ്ജറ്റ്സ്, അതായത് AI കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് വിഡ്ജറ്റ്സ്. എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം എന്താ പറയുക കേപ്പബിലിറ്റി ഉണ്ടെന്ന്. ഇപ്പം ഡെമോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കസ്റ്റം ആയിട്ടുള്ള ടൈമർ വിഡ്ജറ്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ആവാം. ഇപ്പോൾ അഥവാ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ആ ക്രിസ്മസ് എന്തോരം ഡേറ്റ് ഉണ്ട്, അങ്ങനത്തെ ആ ഒരു സാധനം കാണിക്കാൻ, ആ ഒരു ലെവൽ സംഭവങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു വിഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓഫേഴ്സിൻ്റെ ഒക്കെ കസ്റ്റമായിട്ടുള്ള വിഡ്ജറ്റ്സ് ഒക്കെ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അടുത്തൊരു ഫീച്ചർ ബബിളാണ്. അതായത് ഫ്ലോട്ടിംഗ് വിൻഡോ ആണ്, പക്ഷേ ഇത്ര കൂടി സിമ്പിളായിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് ആപ്ലിക്കേഷനാണോ ഫ്ലോട്ടിംഗ് സ്ക്രീൻ ആകുന്നത് ക്ലിക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, അവിടെ ബബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോ ആവും. അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാം, എന്താ പറയുക, സ്റ്റാക്കാക്കി മാറ്റി വയ്ക്കാം. അങ്ങനെ കസ്റ്റമൈസേഷൻ, അതായത് മൾട്ടി ടാസ്കിങ് അടിപൊളിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. പോസ്റ്റ് പോയിന്റ് ചെയ്യുന്നത് പണ്ടൊക്കെ തേർഡ് പാർട്ടി ആപ്സ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആണ് നിങ്ങളെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്ലേ സ്റ്റോറിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ആപ്പിനെ അൺലോക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്യണം. അതായത് ചിലപ്പോൾ ഒരു ബ്രീത്തിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു ഒരു ബുക്ക് വായിക്കുക, അങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തിട്ട് ആപ്പ് അൺലോക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ അത് ഇൻബിൽട്ട് ആയിട്ട് നിങ്ങൾക്ക് Android 7 കിട്ടും. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്സിന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഇക്കോസിസ്റ്റം ലെവൽ ഫീച്ചറായിട്ട് Android 7 വരുന്നൊരു കാര്യമാണ് ആൻഡ് ഓഫ്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസസ് ഉണ്ട്. സെയിം അക്കൗണ്ട് ആണ് Android 17 ആണെങ്കിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സെഷൻ അവിടെ കിടക്കുക. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് റെസ്യൂം ചെയ്തിട്ട് വേറൊരു ഡിവൈസിൽ കാണണം. നിങ്ങളിപ്പോൾ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നോക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ടാബ്ലറ്റോ അല്ലെങ്കിൽ വേറൊരു ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങളുടെ ആ ഒരു സെയിം അക്കൗണ്ട് ആണെങ്കിൽ Android 17 ആണെങ്കിൽ ആ ഒരു ആമസോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ഫോണിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഫോണിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാം. അതൊരു ഇക്കോസിസ്റ്റം ഫീച്ചറാണ്. iOSലൊക്കെ, അതായത് macOSലും ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലൊക്കെ ഉള്ളൊരു ഫീച്ചർ പോലെ. പിന്നെ ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ്സ്, ജെമിനിയുടെ കുറേ ആനിമേഷൻ ലെവലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈസാണ്. ഇപ്പോൾ എലിജിബിൾ ഡിവൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം അത് എനിക്ക് തോന്നുന്നത് കുറേ ഡിവൈസുകൾ ഉണ്ടാവും. അത് ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ പറയുന്നത് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആപ്പിളാണ് വീണ്ടും ഞെട്ടിക്കുന്നൊരു കാര്യം. ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ 11 Pro മുതൽ, അതായത് 11 സീരീസ് മുതൽ ഈ ഒരു 17 സീരീസ് വരെയുള്ള എല്ലാ ഡിവൈസിനും iOS 27 വരുന്നുണ്ട്. അത് വിഷയമാണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് iPhone SE 2020 ആണ്. അപ്പോൾ അതിലും ഈ അപ്ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. അത് ചില്ലറ ഒരു കാര്യമല്ല, അത് ആപ്പിളിനെ തന്നെ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉള്ളത്, ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസോ അങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും 11 Pro 11 സീരീസിലോ ഈ SE 2020 ഒന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നു എന്താ പറയുക 13 or 15 സീരീസോ 14 സീരീസോ മുതലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ളത്. മിക്കവാറും പ്രോ ലൈനപ്പിലുള്ള ഡിവൈസുകൾക്ക് ഉണ്ടാവാം. നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാച്ചിലും അതുപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുമെങ്കിലും അത് ആ ഒരു OS നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും റിയൽ ആയിട്ടുള്ള ആ ഒരു സിരി AI നിങ്ങളുടെ പഴയ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇൻ ഡിവൈസ് AIയുടെ കാര്യം പറഞ്ഞു. ആപ്പിളിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്പിൾ 17 Pro വന്നത് ഹ്യൂജ്ലി എക്യൂപ്ഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിട്ടാണ്. അതായത് A19 Pro AI പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ iOS 26 ആയിട്ട് വരുന്നപ്പോൾ ആ ഒരു ഫോൺ ഒരു ഓവർകില്ലായിരുന്നു. അതായത് അതിൻ്റെ ആ ഒരു ചിപ്പിൻ്റെ മാക്സ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവൽ കാര്യങ്ങളൊന്നും എന്താ പറയുക
iOS 26 ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ iPhone 17 Pro ശരിക്കും ഈ ഒരു വർഷത്തേക്കാണ്. ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് ഇൻ ഡിവൈസ് AI സെറ്റപ്പിലേക്കാണ് വരാനുള്ള കേപ്പബിലിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ആപ്പിൾ ചെയ്തത് അവരുടെ പ്ലാറ്റ്ഫോം സ്റ്റേബിളാക്കി, അവരുടെ ഹാർഡ്വെയർ ഓൾറെഡി സെറ്റ് ചെയ്ത് നേരത്തെ കൂട്ടി ഇറക്കി. ഇനി പതിയെ ഈ ഒരു വർഷം ആകുമ്പോഴേക്കും അതിൻ്റെ AI കോൺഫിഗറേഷൻ സോഫ്റ്റ്വെയർ ലെവൽ സെറ്റപ്പ് കൊണ്ട് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും iPhone 17 Pro. അപ്പോൾ ഇതാണ് മെയിനായിട്ടും iOS 27 അതുപോലെ തന്നെ Android 7 പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഞാൻ മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അധികം ടെക്നിക്കൽ ഡീറ്റെയിൽസോ അധികം സ്പെസിഫിക്കേഷൻ നല്ല ഇൻഡെപ്ത് റിവ്യൂ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് എന്തൊക്കെ നടക്കാൻ പോകുന്നു, എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ആ ഒരു ലോങ് വീഡിയോ, അതിൽ ഇത്തിരി കൂടി എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ.